എനിക്ക് മടുത്ത് ഈ ജീവിതം തന്നെ. കയ്യിൽ പൈസ ഇല്ലാത്തവനെ ആർക്കും ഒരു വിലയില്ല. പണമുള്ളപ്പോഴേ ആളുകൾക്ക് നമ്മളെ വേണ്ടു. പണം ഇല്ലാതായ സഹായിക്കാൻ ഒരു പട്ടി പോലും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ അവസ്ഥ അതാ അമ്മേ. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ജീവനോടുള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇന്ന് ഞാൻ ആകെ പതറിപ്പോയി. തനിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാവാതെ ഞാൻ നോക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം പോലെ. നിനക്കിപ്പോ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം വസുതയെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നതാ. പിന്നെ എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാൻ ആരുടെയും കാല് പിടിക്കണ്ട. പണ്ട് നമ്മൾ അവളുടെ സ്വത്ത് എങ്ങനെയാണോ എടുത്ത് ഉപയോഗിച്ചത് അതുപോലെ നമുക്ക് ഇനിയും കഴിയാം. അമ്മ പറയുന്നതൊക്കെ ശരിയാ. അതിന് ഞാൻ ഇവളെ വിളിച്ചാ വരണ്ടേ? ആ വന്നവരുടെ ലക്ഷ്യം താനാണ്. കുഞ്ഞുങ്ങളതിൽ പെട്ടു എന്ന് മാത്രം. തന്നെ ആരോ പിന്തുടരുന്നുണ്ട്. എന്തെങ്കിലും ഊഹമുണ്ടോ അതാരാണെന്ന്? എനിക്കറിയില്ല. എന്റെ അറിവില് എനിക്ക് ശത്രുക്കളൊന്നുമില്ല. സാരമില്ല, നമുക്ക് നോക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവിടെ തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എടോ, ഞാനല്ലേ പറയുന്നേ, താൻ കുഞ്ഞിനെയും കൊണ്ട് വണ്ടി കയറ്. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എടോ, താനല്ലേ പറഞ്ഞത് തന്റെ പണം കിട്ടാതെ എങ്ങും പോവില്ലെന്ന്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു മനമാറ്റം? ഒന്നും വേണ്ട എനിക്ക്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ പണം കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. മക്കളെയും കൊണ്ട് ജീവിക്കുവാനായി ഓടി ഒളിച്ച വസുധയുടെ പിറകെ കൂടിയ ചെന്നായ്ക്കളിൽ നിന്നും മോചനം നേടാൻ ഉറച്ച് തിരിഞ്ഞു നിന്ന് പൊരുതുവാൻ തീരുമാനിക്കുന്ന വസുധ. ഞാൻ അഡ്വക്കേറ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയാണല്ലോ വേണ്ടത്. നിയമവും അതിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കെന്തായാലും വേണ്ടത് ചെയ്യാം. പണത്തിനു മേൽ പരുന്തും പറക്കാത്ത ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ.